ഞങ്ങളൊന്നും ലൈറ്റ് ഇടാറില്ല രാവിലെ സമയങ്ങളിൽ. നല്ല കാറ്റൊക്കെ ആയിട്ട് നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ഫീലിംഗ്. ലാൻഡിംഗ് ഏരിയ ഫാമിലി ലിവിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ലാൻഡ് സ്പേസിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഉഗ്രൻ ഗാർഡൻ അവിടെ കാണാൻ കഴിയും. ഇവിടുന്ന് മക്കളെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ആക്സസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക്. കലാ ചാരുത എല്ലാത്തിലും ഇതിൽ കൊടുത്തിട്ടുണ്ട്. വീടിന്റെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആർക്കിടെക്റ്റിനോട് പ്രധാനമായി ആവശ്യപ്പെട്ടിരുന്നത് വീടിനുള്ളിലുള്ള പ്രകാശമാണ്. കണ്ണും മൂണും എങ്ങോട്ടൊക്കെ പോകുന്നു അതിനനുസരിച്ച് ഷെയ്ഡുകൾ ഇങ്ങനെ വീടിന്റെ ഉള്ളിൽ അലയടിക്കും. ഈ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആർക്കിടെക്റ്റിന്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഈ ചെടികൾ വളർന്ന് വലുതായി ഇതുവരെ എത്തും എന്നുള്ളതാണ് പ്രതീക്ഷ. പണിയുന്ന സമയത്ത് നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇങ്ങനത്തെ ഒരു വീട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഒക്കെ കാണുന്നത്. ഇനിയാണ് അടുത്ത അത്ഭുതം. ഇത് എല്ലാ ബെഡ്റൂമുകളിലും, ഇവിടെയുള്ള 3 ബെഡ്റൂമുകളിൽ ഇത്തരത്തിലുള്ള ഒരു ഓപ്പൺ സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം വളരെ രസകരമായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ഒരു വെന്റിലേഷൻ കൊടുത്തിട്ടുള്ളത് മോസ്കിറ്റോ നെറ്റ് വെച്ചിട്ടാണ്. അപ്പൊ എപ്പോഴും ധാരാളം വായു ഉള്ളിലേക്ക് കടന്നു വരാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതൊക്കെ ചെയ്തിട്ടുള്ളത് വെറും 3.5 സെന്റിലാണ്. പ്ലാൻ ചെയ്യാൻ കൂടുതൽ സമയമെടുത്താൽ വീട് ഗംഭീരമാവും. ഞാൻ വീണ്ടും പറയട്ടെ, വീട് പണിയുകയാണെങ്കിൽ ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റിനെ സമീപിച്ചിട്ട് വേണം വീട് പണിയാൻ. അഭിനന്ദനങ്ങൾ. ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നായ വീട് പണിയുന്നതിന് മുമ്പ് മികച്ച ഒരു ആർക്കിടെക്റ്റിനെ സമീപിച്ചതിന് ഗീഗോ ആശ ദമ്പതികൾക്കും ഏഞ്ചലിനും ആൻലിയയ്ക്കും നന്ദി. ഫൈസൽ ചെയ്തു. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്പേസ് എന്തുമായിക്കൊള്ളട്ടെ, ഇത്തരത്തിലുള്ള മനോഹര വീടാണ്, ഇത്തരത്തിലുള്ള ഒരു ക്വാളിറ്റി വീടാണ് നിങ്ങൾ പണിയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സമീപിക്കാം.